ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോളിഞ്ഞൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോളിഞ്ഞൊഴിയും.
തിരുസന്നിധിയിലെ സമ്പൂർണ്ണമായ സമർപ്പണത്തോടുകൂടെ നിലനിൽക്കാൻ, അവിടുത്തെ മഹത്വകരമായ സാക്ഷിയായി അവിടുന്ന് ജീവിക്കാൻ വിളിച്ചാക്കിയ സാഹചര്യങ്ങളിലൊക്കെ ജീവിക്കാൻ എൻ്റെ മകനെ അവിടുന്ന് പ്രാപ്തിപ്പെടുത്തിയതോർത്ത് സ്തോത്രം. ഈ നല്ല ജീവിതത്തിനായി ദൈവമേ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എൻ്റെ മകൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന അമ്മാമയും മോളെയും സഹോദരങ്ങളെയും എല്ലാം പ്രിയപ്പെട്ടവരെയും എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ അടിയങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ മകൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന വിശ്വാസം അതിൻ്റെ ആഴമായ അനുഭവത്തിൽ ഞങ്ങളും സഹായിക്കണമേ. മകൻ്റെ ഹൃദയവുമായി പോകുമ്പോൾ യാത്രയിലും തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളിലും അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടുകൂടി കൊടുക്കുകയും പ്രത്യാശയാൽ നമ്മളെ പറയുകയും കർത്താവിൻ്റെ സന്നിധിയിൽ മകനെ വീണ്ടും കാണാനുള്ള ഉറപ്പായ വിശ്വാസം കർത്താവിനെ നമ്മളെ സഹായിക്കുകയും ചെയ്യും. കുടുംബാവസ്ഥയിലെ ആവശ്യങ്ങളെയും വേണ്ടി യേശുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥന ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൻ്റെ വരവുകളെയും കാക്കുമാറാകട്ടെ. നിന്നോടെൻ ദൈവമേ
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ കോട്ടയും ഞങ്ങളെ ദിനതോറും പ്രതിസന്ധിയിൽ പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവേ, നിന്റെ സന്നിധിയിൽ ബലഹീനരാകുന്ന ഞങ്ങൾ ഒന്നിച്ചെടുത്തു വരുന്നു. വേദനയുടെ മുഖത്ത് ആശ്വാസം നൽകുന്ന, ധൈര്യം നൽകുന്ന, പ്രത്യാശ നൽകുന്ന കർത്താവിനെയാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, വളരെ കൃത്യമായി തകച്ചായുടെ ജീവിതത്തെ ഓർത്ത് സ്ഥാപനം ചെയ്യുന്നു. വലിയ പ്രത്യാശയോടെ ലോകത്തിൽ ജീവിക്കാനിടയായി അനേകരെ നിന്റെ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനിടയായി അനേകർക്ക് മാർഗദർശിയായി വചനം പങ്കുവെക്കുന്നവരായി ലോകത്തിൽ ജീവിപ്പാൻ നീ പ്രബോധിക്കുന്നു. കൊടുത്ത ആയുസ് നീ വളരെ വിശ്വസ്തയോടെ ജീവിപ്പാൻ കർത്താവെ, ആ ജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്നു. അസാക്ഷ്യമുള്ള ജീവിതത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദി അറിയിക്കുന്നു. മാമയും മോളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏജാനെ ഓർക്കുന്നു. അങ്ങനെ വേദനയിലായിരിക്കുന്ന ഞങ്ങളെല്ലാം നിന്റെ സന്നിധിയുടെ ഫലമേൽപ്പിക്കുന്നു. കർത്താവെ, എല്ലാ പ്രത്യാശയുടെ നടുവിലും വേർപാട് വേദന ഉളവാക്കുന്ന അനുഭവമാണ്. അത് മനുഷ്യവുമായി ഉണ്ടാകുന്ന ഒരു വേദനയുടെ മുഖത്ത് നീ ആശ്വാസവും പ്രത്യാശയും ധൈര്യവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപ കൂടിയിരിക്കണമേ. മനുഷ്യ ജീവിതം ഇതുകൊണ്ട് അവസാനിക്കുന്നതല്ലല്ലോ. മരണം താൽക്കാലികമാണല്ലോ. കർത്താവിൻ്റെ വീണ്ടും വരവെങ്കിൽ ഞങ്ങൾക്ക് മുഖാമുഖം കണ്ടുമുട്ടാം. ആ വലിയ പ്രത്യാശയാണല്ലോ തിരുവചനം ഞങ്ങൾക്ക് നൽകുന്നത്. ആ പ്രത്യാശയിൽ ജീവിപ്പാൻ, ആ പ്രത്യാശയോടെ ഇന്ന് ഈ ഭൗതിക ശരീരത്തോട് യാത്ര പറവാൻ ഞങ്ങളെല്ലാം ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഈ കാലാവസ്ഥ ഇത്രയും അനുഗ്രഹപ്രദമാക്കി തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വന്നു ചേരേണ്ടവരെല്ലാം യഥാസമയം വന്നു ചേരുവാൻ പ്രത്യാശയോടെ എൻ്റെ മകൻ്റെ ഭൗതിക ശരീരത്തോട് യാത്ര പറവാൻ ഞങ്ങളെല്ലാം ബലപ്പെടുത്തണമേ. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും നിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. മായയിമ്പം വിടുന്നേ എൻ്റെ ലോകസുഖങ്ങളെല്ലാം. നായകനാമെൻ്റെ മന്നനെ ഓർത്തു ഞാൻ തൻ തിരുനാമത്തിനായി. നായകനാമെൻ്റെ മന്നനെ ഓർത്തു ഞാൻ തൻ തിരുനാമത്തിനായി. സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളമാനന്ദിക്കുന്നേ. തുള്ളിക്കളിച്ചെൻ്റെ സന്തോഷരാജ്യത്തിൽ വേഗ
വേഗം ഞാൻ ചേർന്നിടുമേ. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു.
പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവരുടെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ കാണുന്നു. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏകമനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികമായി കവിഞ്ഞിരിക്കുന്നു. ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിക്കാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏക നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുവാൻ യേശുക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണം വന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. എന്നാൽ ലംഘനം പെരുകുന്നിടത്ത് ന്യായപ്രമാണവും ഇടയിൽ വന്നു ചേർന്നു. എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടത് തന്നെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ദിവസത്തിൻ്റെ അധികാര സമയം ഞങ്ങളെല്ലാവരും കർത്താവെ ക്രിസ്ത്യനിക്കുന്നു. പ്രത്യേകിച്ച് ജോയിനെയും കുഞ്ഞിനെ സഹോദരങ്ങളെയും കുടുംബങ്ങളെയും ഞങ്ങളുടെ കണ്ണുകളെ സമർപ്പിക്കുന്നു. ഉയർത്തുന്ന സമാധാനം നിങ്ങൾക്ക് കൊണ്ടുവരണമേ. ഈ തന്നെ അവരെ ആശ്വസിപ്പിച്ചുകൊള്ളണമേ നമ്മൾ പ്രാർത്ഥിക്കുന്നു. മാനുഷിക വാക്കുകളൊന്നും അവരെ സമാധാനിപ്പിക്കാൻ കഴിയില്ല എന്ന് അറിയുന്നു. കർത്താവെ, നിന്റെ മക്കളെ അവരുടെ കരങ്ങളിൽ നിയോഗിച്ചു കൊള്ളണമേ. അവരുടെ കരങ്ങൾ കൊണ്ട് മക്കളെ പൊന്നുകൊള്ളണമേ പ്രാർത്ഥിക്കുന്നു. അവരുടെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ടേയിരിക്കണമേ. കർത്താവെ, ഞാൻ നിന്നോടുകൂടെ പ്രമിച്ച് നോക്കണം. നിന്റെ ദൈവമാണ് ആർക്കത്തിൻ്റെ കർത്താവാകുന്നതിൽ നിങ്ങളോടുകൂടെയുള്ള. അതുകൊണ്ട് കർത്താവെ, ഭാരങ്ങൾ പ്രയാസം കൊടുക്കുന്നു. ഏത് ജീവിതത്തിലാണ് ആ ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളും കർത്താവിനോടുകൂടെ ഉള്ളതുകൊണ്ട് കർത്താവെ എല്ലാ കാര്യങ്ങളിലും എല്ലാം സമർപ്പിക്കുന്നു. പ്രിയദാസനും നല്ല മാതൃകയുള്ള ജീവിതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും ഒക്കെ കർത്താവെ ദാസൻ ജീവിച്ചിരിക്കുന്ന അവസാന നിമിഷം വരെയും മാതൃകയായി ജീവിച്ചു വരിക. അതിനായിട്ട് ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ദാസനും നിങ്ങളുടെ പൂർണ്ണ വിശ്വാസത്തിലും ആശ്രയത്തിലും സ്നേഹത്തിലും ഒക്കെ ഞങ്ങൾ സന്തോഷം വിശ്വാസവും സ്നേഹവും ഒക്കെ ഞങ്ങൾക്ക് പകരണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതുവരെ നിന്റെ മക്കളെ നടത്തി നടത്തുവാൻ കഴിയുള്ള കർത്താവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സ്തോത്രം ചെയ്ത് നിർത്താം. പ്രത്യേകിച്ചും കർത്താവുമായി കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും സാന്നിധ്യമുണ്ടായിരിക്കാൻ ഭാഗ്യം അനുഗ്രഹിക്കുന്നു. ഇന്നിവിടെ വന്ന് ചേരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തക്ക സമയത്ത് വന്ന് ചേരുവാൻ നീ സഹായിക്കണമേ. അനുകൂലമായ കാലാവസ്ഥയെ നീ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ചടങ്ങുകളും പ്രത്യേകിച്ച് ശുശ്രൂഷകളെല്ലാം കർത്താവെ വളരെ ഭംഗിയായി നടത്തുവാൻ തക്കവണ്ണം സാന്നിധ്യം ഉണ്ടായിരുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമേനിമാരെയും അച്ഛന്മാരെയും നമുക്ക് പ്രാർത്ഥനയോടുകൂടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു അനുഗ്രഹിക്കണം. അവസാനം വരെയും കർത്താവെ നീ
ഇന്ന് സാന്നിധ്യം പോകുമ്പോൾ എല്ലാവരെയും നിറച്ചുകൊണ്ടാണ്. ഇന്നത്തെ ദിവസം ഞങ്ങൾക്കെല്ലാം പ്രത്യേകിച്ച് മക്കൾക്ക് ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരു ദിവസം ഈ ലോകം വിട്ടു പോകാവുന്നു എന്നുള്ള ബോധം തന്ന് ഞങ്ങളെയും ഭരിച്ചു നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാർഗമായിട്ട് ശുശ്രൂഷയിലിരിക്കുന്ന മാത്യു ജോൺസൺ നിങ്ങളുടെ ഹൃദയകലകളിൽ ദൈവത്തിൽ വിശ്വസിക്കും എന്നിൽ വിശ്വസിക്കും. എൻ്റെ പിതാവിനെ കൊണ്ട് വാസസ്ഥലങ്ങളുണ്ട്. ഞങ്ങൾക്കവിടെ ഒരുക്കിയിരിക്കുന്ന ആ ഇരിപ്പിടത്തിലേക്ക് ഞങ്ങളെ വിളിക്കുമ്പോൾ ഇല്ല എന്ന് പറയുവാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ജീവന്റെ നാഥനായ കർത്താവേ, ലോകത്തിൽ ഞങ്ങൾക്ക് നൽകിയ ഈ ചെറിയ ആയുസിനായിട്ട് അതിനെ സ്തുതിക്കുന്നു. കർത്താവേ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ചെറിയ ആയുസാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും നമ്മൾ ഇടപെടുന്ന രംഗങ്ങളിൽ സാക്ഷ്യം നിർവഹിക്കുവാനും ഇടയാക്കുന്നുണ്ട്. അത് പൂർത്തിയാക്കുമ്പോൾ ഞങ്ങളെ എൻ്റെ സന്നിധിയിൽ തിരിച്ചു വിളിക്കാം. മനുഷ്യന്മാരെ തിരികെ നമ്മൾ ചെയ്യുമ്പോൾ ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിലേക്ക് കൊടുക്കാറുണ്ട്. നമ്മൾ ഈ ലോകത്തിലുള്ളവരല്ല, ദൈവത്തിലുള്ളവരാകുന്നു. ദൈവഭവനത്തിലെ ദൈവത്തിൽ പ്രവേശിക്കേണ്ടവരാകുന്നു. കർത്താവെ, പ്രിയ അവൻ്റെ പുണ്യമായ ജീവിതത്തിനായിട്ട് സ്തോത്രം. വളരെ ശാന്തനായി കർത്താവിനോടുകൂടെ ചേർന്ന് ജീവിച്ചു. കർത്താവെ, അവൻ്റെ ശാന്തതയും വിനയവും ദൈവാശ്രയവും ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി. അവിടുന്ന് നൽകിയ ആയുസ് ഏറ്റവും ധന്യമായി ചേർന്നു. നൽകിയ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം അത് ഏറ്റവും അനുഗ്രഹമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിച്ചു. കർത്താവെ, ഈ ജീവിതം കർത്താവിന് ഹിതകരമായിരുന്നു, ഇമ്പകരമായിരുന്നു. ഈ ആയുസ്സിനെ തിരുസന്നിധിയിലേക്ക് തിരിച്ചു വിളിച്ചു. കർത്താവ് തന്നു, കർത്താവ് എടുത്തു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ എന്ന് നീതിമാനായ യോബ് ചൊല്ലിയതുപോലെ പ്രാർത്ഥിക്കുവാൻ എൻ്റെ മകളെയും കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും സഹോദരങ്ങളെയും ഇടയാക്കണം. ഞങ്ങളാരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഉണ്ടായ മരണമാണ്. അത് താങ്ങുവാനുള്ള കെൽപ്പ് എൻ്റെ മകൾക്ക് കുഞ്ഞുങ്ങൾക്കില്ലല്ലോ. എന്നാൽ ദൈവം നമ്പുരാൻ എൻ്റെ മക്കളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കണമേ. ഹൃദയത്തിലുള്ള വേദനകളെ മാറ്റണമേ. അവിടുത്തെ പ്രത്യാശയിൽ നിലനിർത്തണമേ. കർത്താവ് ദുഃഖിക്കുന്നവരോടുകൂടെ ചേർന്ന് ദുഃഖിക്കുന്നവനാണ്. അവരുടെ കണ്ണുനീര് തുടയ്ക്കുന്നവനാണ്. മരണത്തിൽ ദുഃഖിതരായിരുന്ന സഹോദരിമാരെ ആശ്വസിപ്പിച്ച കർത്താവെ, നിന്റെ മകളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെ തുടയ്ക്കണമേ. ഹൃദയത്തിൽ നിന്ന് വേദനയെ മാറ്റണമേ. കുഞ്ഞുങ്ങളെ അവിടുന്ന് ധൈര്യപ്പെടുത്തണമേ. പ്രിയപ്പെട്ട എല്ലാവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യാശ യേശുവിൽ വിശ്വസിച്ചവർ മരിച്ചാലും ജീവിക്കുമെന്നുള്ളത്. അവിടുന്ന് പുനരുത്ഥാനവും ജീവനുമാകുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവർ നിത്യതയിൽ കാണും എന്നുള്ള പ്രത്യാശ. ആ പ്രത്യാശയോടുകൂടി നിന്റെ മകനെ യാത്രയേക്ക് വരടിയാക്കണം. കർത്താവെ, നിത്യതയിൽ കാണാമെന്നുള്ള പ്രത്യാശയിൽ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന ശവസംസ്കാര ശുശ്രൂഷയുടെ കൃപയുണ്ടായിരിക്കണം. നിന്റെ മകളെ ധൈര്യപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കുന്നു. സ്വർഗീയ പിതാവ് നിന്റെ മകളുടെ കൂടെ ഇരുന്ന് അവിടുന്ന് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരെയും അവിടുന്ന് പ്രത്യാശയുള്ളവരാക്കി തീർക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. വളരെയധികം ദുഃഖമായി പോയി. ഞാൻ ഇവിടെ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ വേദനിപ്പിച്ച ഒരു സംഭവം. എനിക്ക് എൻ്റെ പിതാവ് പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടുത്തെ ഓരോ
വിരുന്നിലും അവിടുന്ന് ആദ്യമേ ഞങ്ങൾക്ക് വേണ്ടി ആഹാരങ്ങൾ മാറ്റി വെച്ചതിന് ശേഷമാണ് ഈ കുടുംബത്തിലെ അംഗങ്ങളും ഓരോരുത്തരും ഞങ്ങളോട് കാണിക്കുന്ന ആ സ്നേഹം ഇപ്പോഴും ഞാൻ ജോലി ചെയ്യുന്നത് കാണിക്കും. എനിക്ക് വളരെ പ്രയാസമുണ്ട്. പതിതാക്കിയിട്ടുണ്ടോ ആ കാലഘട്ടമെല്ലാം അവിടെയുള്ള CSI രോഗിയുമായി വളരെ സജീവമായ ബന്ധത്തിൽ കഴിയുന്ന കുടുംബമായി സാധിച്ചിട്ടുള്ളത് സ്വാതന്ത്ര്യത്തോടെ വികസനത്തിലാണ്. പതിതാക്കിയുടെ രോഗികളെ രോഗപ്രകാരമായി ശുശ്രൂഷ ചെയ്യുക ബഹുമാനപ്പെട്ട ചാക്കോബ് റിസർച്ചിനും കുറിച്ചുള്ള മക്കൾ അനുശോചനം അറിയിക്കാൻ ദുഃഖത്തിൽ പങ്കുചേരാൻ നമ്മോടൊപ്പമുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ചാക്കോബ് റിസർച്ച് ആശ്വാസവാക്ക്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മെ വിട്ട് നിത്യാസ്വസ്ഥതയിൽ പ്രവേശിച്ച പ്രിയ തങ്കച്ചാൻ്റെ മാതൃകാപരമായ ദൈവാശ്രയ ബോധത്തോടെയുള്ള നല്ല ജീവിതത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. വേർപാട് ഒരു യാഥാർത്ഥ്യം. വേർപാടിനെ കുറിച്ച് ഒരാള് പറഞ്ഞിരിക്കുന്നത് ഡെത്ത് ഈസ് ആൻ അൺഇൻവൈറ്റഡ് ഗസ്റ്റ്. മരണമെന്ന് പറയുന്നത് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയാണ്. ഏത് സമയത്തും ഏത് നേരത്തും ഏത് ഭവനത്തിലും ആരുടെയും ജീവിതത്തിലും കടന്നു വരാനായിട്ട് സാധ്യത ഉണ്ട് എന്ന ദൈവവചനവും വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിക്കും. ഈ ലോകത്തിലെ ഏത് മനുഷ്യനും വളരെ ചെറിയ ഒരായുസ് ദൈവം നമ്മളെ നൽകിയിരിക്കുന്നു. ഈ ആയുസ്സിൽ നാം എങ്ങനെ ഇവിടെ ജീവിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചാണ് മരണത്തിനപ്പുറമായിട്ടുള്ള നിത്യതയിലുള്ള ആവാസം ഇതിനെ ആശ്രയിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ആർപ്പിക്കും. കർത്താവിനോടുകൂടെ ഇരിപ്പാൻ ഏറെ ഇഷ്ടപ്പെട്ടു. ഈ ലോകത്തിൽ കുറച്ച് നാളുകൂടെ ജീവിച്ചിരുന്ന കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനേക്കാൾ താല്പര്യം കർത്താവിനോട് കൂടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പ്രത്യാശയോടുകൂടെ മരണത്തെ കാണുന്നതായിട്ടുള്ള ആളുകളുണ്ട്. നമ്മുടെ ഗുരുവിനെ പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉണ്ട്. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. എന്ത് ഉറപ്പാണ്? ചോദിക്കുക, എന്ത് ഉറപ്പാണ് താങ്കൾക്ക് ഉള്ളത്? അദ്ദേഹം അതിന് മറുപടി പറയും എന്നാണ് എന്റെ ചിന്ത. അദ്ദേഹം പറഞ്ഞിട്ടുമോ
അതായത് ഞാൻ മരിക്കും, ഞാൻ മരിച്ചാൽ മരണത്തിന് ശേഷം എനിക്കൊരു പുനരുത്ഥാനമുണ്ട്, എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അതാണ് ആ വലിയ ഉറപ്പ് എന്ന അപ്പോസ്തലന് പറയും. പ്രിയ തങ്കച്ചാനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ കുടുംബത്തോട്, പ്രത്യേകിച്ച് അബുദാബിയിലുള്ള ശുശ്രൂഷയുടെ ബന്ധത്തിൽ മലയിൽ കുടുംബത്തിലെ പല അംഗങ്ങളുമായിട്ട്, കുടുംബങ്ങളുമായിട്ട് വളരെയധികം അടുത്ത സ്നേഹവും ബന്ധങ്ങളും ഉണ്ട്. തങ്കച്ചാന്റെ കുടുംബമായിട്ട് ഞാൻ വളരെയേറെ അടുക്കുവാനും അന്യനെ സ്നേഹിക്കാനും ഒരുമിച്ച് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പള്ളിയിലെ ആരാധന മാത്രമല്ല, മറ്റ് ആത്മീയ കൂട്ടങ്ങളും കൂട്ടായ്മകളിലും ഒക്കെ ഒരുമിച്ച് ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ സാധിച്ച ആ നല്ല സന്തോഷത്തിൻ്റെയും ആ കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും അവസരങ്ങളെയൊക്കെ ഞാൻ ഇന്നലെ മകളോട് സംസാരിച്ച സന്ദർഭത്തിൽ ഈ ദിവസങ്ങളിൽ പറഞ്ഞതിന് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ആ നേരത്തിനുള്ളിൽ ചെറുതായിട്ട് ഷെയർ ചെയ്യും. ഈ ദിവസങ്ങളിലൊക്കെ ഭവനത്തിലായിരുന്നപ്പോൾ നമ്മൾ ഷെയർ ചെയ്തൊരു കാര്യം, ഏത് സമയത്തും എനിക്ക് എൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് ഞാൻ പോയേക്കാം, സമയമൊന്നും അറിയത്തില്ല, ആർക്കാണ് ആദ്യം ചീട്ട് വീഴുന്നത് എന്ന് അറിയത്തില്ല. എന്നാൽ ഞാൻ ആദ്യം പോകുന്നു എങ്കിൽ അതെ, നിങ്ങൾ രണ്ടുപേരും നമ്മുടെ കുടുംബമായിട്ട് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ കാണും. ആ ഉറപ്പ് ജീവിതത്തിൽ നന്നായിട്ട് ഉണ്ടായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടായത് തന്നെ ഒരു ദൈവികമായ പദ്ധതിയാണ്, ദൈവികമായ ആലോചനയാണ് എന്നാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതാ മരണത്തെ സന്തോഷത്തോടുകൂടി അഭിമുഖീകരിക്കുവാനായിട്ട് യാതൊരു വിഷമമില്ല. ഈ കുടുംബത്തിൽ എനിക്ക് വിഷമമില്ല, വളരെയധികം പ്രത്യാശയോടുകൂടി. ഞാനിത് ഒരുപാട് സംസാരിച്ച സമയത്ത് എനിക്ക് തന്നെ അതിശയമുണ്ടോ, തങ്കച്ചാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അമ്മ സംസാരിച്ചതുപോലെ വളരെ ഒരു ദുഃഖമുണ്ട്, തീർച്ചയായിട്ടും വേദനയുണ്ട്. പക്ഷെ ആ വേദനയേക്കാൾ ദൈവത്തിനുള്ള ആശ്രയം, അത് പ്രത്യാശ നല്ല രീതിയിൽ ധൈര്യത്തോടെ സംസാരിക്കാനൊക്കെ സാധിച്ച സന്ദർഭങ്ങൾ ഞാൻ കാണുന്നു. അവിടെ നിശ്ചയമായിട്ടും ഈ ഉറപ്പ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും അധികം ആവശ്യം. ആ ഉറപ്പ് മാത്രമല്ല, ഓരോ സദസ്സും ഇടുന്നറിയുന്നുണ്ട്, ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കും. എന്താ ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ? ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ എന്ന് പറയുന്നത്, ഞാൻ പറയും എന്റെ പ്രത്യാശ എന്ന് പറയുന്നത് ഒറ്റ കാര്യത്തിലേ ഉള്ളൂ. എന്റെ പ്രാർത്ഥനയായ കർത്താവ് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ഇന്നും എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന, എന്നെ ശക്തനാക്കുന്ന എൻ്റെ കർത്താവ് എന്നെ ചേർക്കാനായിട്ട് വീണ്ടും വരും. തനിക്കായി കാത്തിരിക്കുന്ന സകല വിശുദ്ധന്മാരെയും ചേർക്കാനായിട്ട് കർത്താവ് വീണ്ടും വരും. അതാണ് ഒരു ദൈവപൈതലിന്റെ പ്രത്യാശ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടത്, ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അത് ഒരു ദൈവപൈതലിന്റെ പ്രത്യാശ. ഇവിടുന്ന് മരിച്ചാലും എപ്പം പോകുന്നെങ്കിലും പോകട്ടെ,
പക്ഷേ ഒരു ദിവസം ഞാൻ എൻ്റെ കർത്താവിനെ ചേർക്കാൻ വരുമ്പോൾ ഞാൻ നിശ്ചയമായിട്ടും അവനോട് കൂടെ കാണപ്പെടുമെന്നുള്ള ആ വലിയ പ്രത്യാശ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകും. അതുകൊണ്ട് മരണത്തെ പേടിയോടെ കാണുകയല്ല, മരണത്തെ നല്ല ഉറപ്പോടെ, മരണത്തെ നല്ല പ്രത്യാശയോട് അഭിമുഖീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. വീണ്ടും 5-ാമത്തെ 5-ന്റെ പറയുന്നത്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയാത്ത നിത്യമായ ദൈവത്തിന് ദാനമായ നിത്യമായ ഒരു ഭവനം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് ഞങ്ങൾ അറിയും. അതുകൊണ്ട് ഒരു മനുഷ്യന്റെയും കൈപ്പണിയല്ലാത്ത, ഒരു മനുഷ്യന്റെയും കൈ കൊണ്ടിട്ടില്ലാത്ത ഒരു നിത്യമായ ഭവനം നമ്മുടെ കർത്താവ് നമുക്കായിട്ട് ഒരുക്കും. നമ്മുടെ ഈ ലോകത്തിൽ ജീവിക്കുന്നത് ഇത് ഇവിടെ ഇപ്പം സംസ്ഥാനത്തെ സംബന്ധിച്ചോളം ഇവിടെ വളരെ നല്ല ഒരു ഭവനം ഉണ്ട്. പക്ഷേ ഇത് ഞാൻ പറയും ഒരു വാടക വീട് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു താൽക്കാലിക ഭവനം മാത്രം, അല്ലേ? നമ്മളൊരു പാട്ടുകാരൻ പറയുന്നത് പോലെ കൊട്ടാരമായാലും വിട്ടേ മതിയാവും കൊട്ടയ്ക്കകത്ത് നിർത്തി വരച്ച്, അല്ലേ? ചെറിയ കുടിൽ തൊട്ട് എത്ര വലിയ ബഹുനില മന്ദിരങ്ങളായിരുന്നാൽ പോലും ഇതെല്ലാം ഞാൻ നിങ്ങൾ വിട്ടേ മതിയാവും, വിടേണ്ടി വരും. എന്നാൽ നമ്മുടെ ലോകത്തിൽ നമ്മൾ വസിക്കുന്ന നമ്മുടെ ഭവനങ്ങളൊക്കെ, നമ്മുടെ ശരീരം ഉൾപ്പെടെ ഇതൊക്കെ താൽക്കാലിക ഭവനം. എന്നാൽ നമുക്കൊരു നിത്യമായ ഭവനമുണ്ട്. ആ നിത്യമായ ഭവനത്തിൽ നല്ല പ്രത്യാശയാണ്. അതെ, ആ നിത്യമായ ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും കാക്ഷിക്കുകയും ആ ഭവനത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം. തികഞ്ഞ പ്രത്യാശയോടെ നല്ല ഉറപ്പോടുകൂടെ നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ സാധിച്ചു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാൻ. അതെ, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ റിയലി ഭാഗ്യമുള്ളവർ. റിയലി ഭാഗ്യമുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം കർത്താവിൽ ജീവിച്ചു, കർത്താവിന് വേണ്ടി ജീവിച്ചു, കർത്താവിൽ മരിച്ചു. ഭാഗ്യമുള്ള മരണം. ഈ ലോകത്തിലെ വലിയ കഷ്ടപ്പാടുകളോ വലിയ വേദനകളോ ദുരിതങ്ങളോ ഒന്നും അനുഭവിക്കാതെ, ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു എന്നാ പറയും, എന്തെങ്കിലും ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടായാൽ ആശുപത്രി കൊണ്ടുപോകേണ്ട, ഒരു മനുഷ്യന്റെയും കൈ എന്റെ ശരീരത്തിൽ വെക്കേണ്ട ആവശ്യം. അങ്ങനെ തന്നെ സംഭവിച്ചു എന്നാണ് നമ്മൾ കഴിഞ്ഞ സംഭവം. ആശുപത്രി കാര്യമായിട്ടൊന്നും ചെയ്യുന്നതിന് മുമ്പായിട്ട് പോയി താൻ എന്തൊക്കെ ആഗ്രഹിച്ചോ, എങ്ങനെയൊക്കെ തന്റെ ജീവിതത്തെ താൻ കണ്ടു, ആ രീതിയിലൊക്കെ കടന്നു പോകാനായിട്ട് ഒരു ഭാഗ്യമെണ്ണം കൈവരിക്കാനായിട്ട് പ്രിയനച്ചാന് സാധിച്ചു. അപ്പോൾ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യും. അതുകൊണ്ട് പ്രിയനച്ചാന്റെ വേർപാടിൽ ഒരു അനുശോചനം പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനുശോചിക്കേണ്ട ആവശ്യമില്ല. റിയലി ആ ജീവിതത്തെ ഓർത്ത് സന്തോഷിക്കും, ദൈവത്തെ സ്തോത്രം ചെയ്യും. പിന്നെ വേറൊരു കാര്യമുണ്ട്, എത്ര പറഞ്ഞാലും നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ടു പോകുമ്പോൾ ദുഃഖമുണ്ട്, വേദനയുണ്ട്. അതും ഒരു സത്യം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ലാസറിന്റെ കല്ലറയിൽ കണ്ണുനീരൊഴുകി. അപ്പോൾ കരയരുതെന്നും പറയാൻ പറ്റില്ല, വിഷമിക്കുന്നതെന്നും പറയാൻ പറ്റില്ല. കരയണം, വിഷമിക്കുന്നതൊക്കെ നല്ല കാര്യം. പക്ഷെ ഓരോ സംസ്ഥ പറഞ്ഞതെന്താ, നിങ്ങൾ പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് അലമുറ എഴുതും. അല്ല, നിശ്ചയമായിട്ടും ദൈവം തന്റെ മക്കളോടുകൂടെ ദൈവം തന്റെ മക്കളുടെ സന്തോഷത്തിൽ തങ്ങളോടുകൂടെ സന്തോഷിക്കുകയും തന്റെ കുഞ്ഞുങ്ങളുടെ വേദനയും ദൈവം നമ്മോടുകൂടെ വേദനിക്കുകയും ചെയ്തേ. അതുകൊണ്ട് ഈ ഭവനത്തിന്റെ ദുഃഖത്തിൽ വലിയവനായ കർത്താവ് നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ദൈവം നിങ്ങൾക്ക് സകല ബുദ്ധിയെയും കവിയുന്നതായിട്ടുള്ള ആ ദൈവിക സമാധാനം കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ നിറച്ചിരിക്കുന്നു. അതിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മളെ നൽകുന്ന ധൈര്യത്തിന് ഉറപ്പിനായിട്ടൊക്കെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. തുടർന്ന് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ പ്രവർത്തിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലങ്ങളെ വണക്കാം. ഞാൻ തന്നെ പുനരുത്ഥാനവും ഞാൻ തന്നെ ജീവനമാകുമെന്ന് അരുളി ചെയ്തു. നിങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ ലോകത്തില്
ഞങ്ങൾക്ക് വളരെ ചെറിയ ഒരു കാലഘട്ടം ദൈവം ദാനമായിട്ട് തന്നിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആയുസ് എത്രയെന്ന് ഞങ്ങൾ അറിയുന്നില്ല. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുക. യഹോവേ, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവേ, എത്ര നാള് ദൈവം ഞങ്ങൾക്ക് ഈ ലോകത്തിൽ തന്നാൽ അത് നിന്നോട് കൂടെ യാത്ര ചെയ്യുവാൻ, നിനക്ക് വേണ്ടി നിലകൊള്ളുവാൻ നിന്റെ മക്കളാൽ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഈ ലോകത്തിൽ കർത്താവേ, ഞങ്ങൾക്ക് നിലനിൽക്കുന്ന ഒരു ഭവനമോ നിലനിൽക്കുന്ന ഒരു സ്ഥലമോ രാജ്യമോ ഒന്നും ഞങ്ങൾക്കില്ല. എന്നായാലും ഞങ്ങൾ ഇവിടം വിട്ട് മതിയാകുന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ തിരിച്ചറിയും. ദൈവമായ കർത്താവേ, നിന്റെ ദാസന് നീ ലോകത്തിൽ നൽകിയ ആയുസ് അങ്ങേലുള്ള ഏറിയ പ്രത്യാശ ജീവിപ്പാൻ, കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ, അനേകരെ രക്ഷയിലേക്ക് നയിക്കുവാൻ നിന്റെ മകനെ കൊടുത്ത ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ ദാസന്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലും വേദനയിലുമായിരിക്കുന്ന നമ്മളെയൊക്കെ ഓർത്തികൾ പ്രത്യേകമായി പ്രാർത്ഥിക്കും. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ വാക്കുകൾക്ക് ഒരുപക്ഷെ നിന്റെ കുഞ്ഞുങ്ങളെ പൂർണ്ണ രീതിയിൽ ആശ്വസിപ്പിക്കുവാനായിട്ട് സാധിക്കില്ലെന്നുള്ളതും ഞങ്ങൾക്കറിയാം. എന്നാൽ കർത്താവെ, സകല ബുദ്ധിയെയും കഴിയുന്ന അതേ സമാധാനം കൊണ്ട് എന്റെ കുഞ്ഞുങ്ങളുടെ ഉള്ളങ്ങളെ കർത്താവ് നിറച്ചുകൊണ്ടിരിക്കുന്നതിനെ അവർക്ക് സ്തോത്രം ചെയ്യും. നീ അവർക്ക് നല്ല ധൈര്യവും പ്രത്യാശയും കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം. തുടർന്നും പിതാവേ, തൃക്കരകളിൽ നിന്റെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ പ്രേരിപ്പിച്ച് പ്രാർത്ഥിക്കും. അല്ലാസരുടെ കല്ലറയ്ക്ക് കണ്ണുനീരൊഴുക്കി കർത്താവ് നിന്റെ കുഞ്ഞുങ്ങളുടെ വേദനയിലും കർത്താവിന്റെ കുഞ്ഞുങ്ങളോട് പങ്കുചേരുന്നതിനായിട്ട് സ്തോത്രം. നീ പങ്കുചേരണമേ എന്ന് പ്രാർത്ഥിക്കും. ധൈര്യവും പ്രത്യാശയും നൽകണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, നീ ഞങ്ങളെ ലോകത്തെ ഞങ്ങൾക്ക് സന്തോഷ അവസരങ്ങൾ മാത്രമല്ല, വേദനിക്കുന്ന അനുഭവങ്ങളിലൂടെ ഞങ്ങൾക്ക് കടന്നു പോകേണ്ടതായി വരും. ദൈവം ഞങ്ങളെ ഓർപ്പിക്കും. സന്തോഷ അവസരങ്ങളിൽ ഞങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് സ്തോത്രം ചെയ്യാൻ സാധിക്കുമോ അതേ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിന് വേദനിക്കുന്ന അനുഭവങ്ങളിലൂടെ നീ കടത്തിവിടുമ്പോൾ ആ അനുഭവങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് നന്ദി പറയുവാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലായ്പ്പോഴും എല്ലാത്തിനും വേണ്ടിയും സ്തോത്രം ചെയ്യാനാണല്ലോ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് സന്തോഷ അവസരങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യാനും വേദനിക്കുന്ന അനുഭവങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കി കർത്താവേ, ഞാൻ ശക്തീകരിച്ചാണെന്ന് പ്രാർത്ഥിക്കും. ഉലകത്തില് ദുഃഖാർത്ഥരായിരുന്ന എല്ലാ കുടുംബാനും പ്രിയപ്പെട്ട എല്ലാവരെയും ഒക്കെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കും. ലോകക്കാലം നടത്തപ്പെടുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കും. കർത്താവേ, പ്രത്യാശ നിർഭരമായിട്ടുള്ള ഒരു യാത്രയിൽ സന്തോഷത്തോടെ മാനെ യാത്ര അയക്കുവാൻ കുഞ്ഞുങ്ങളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ബലപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കും. എല്ലായിടത്തും ദൈവകൃപ ധാരാളമായിട്ട് വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കും. മഹത്വം തിരുമേനി എടുക്കണം. യേശുവിൻ നാമത്തിൽ ചോദിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും അസ്വർഗീയമായ സന്തോഷവും സമാധാനം നാം എല്ലാവരും പ്രത്യേകിച്ച് ഈ ഭവനത്തോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. He
നഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസൗഖ്യമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ജീവനത്തിൽ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. ഉള്ളിലെനിക്കെന്തു സുഖം തേജസ്സേറും കേരുബീകൾ കൂടാരത്തിനകത്തുണ്ട്. ഷേക്കൈനായുമുണ്ടവിടെ. ഭക്തന്മാരാം സഹോദര വിളക്കുപോൽ കൂടെയുണ്ട്. പ്രാർത്ഥനയിൽ ധൂപമുണ്ട്, മേശമേലെന്തപ്പമുണ്ട്. പ്രകാരത്തിലെന്റെ മുമ്പിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമവനത്രേ എന്നും എന്റെ രക്ഷയവൻ. ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ തിരുനാമത്തിന് മഹത്വം വരുവാനാകട്ടെ. ഈ പ്രിയ പിതാവ് അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തിയിരുന്നത് വട്ടൻപറമ്പിലെ പ്രിയ മുനിച്ചായ മമ്മിയുമാണ്. അബുദാബിയിൽ അദ്ദേഹം അനുഗ്രഹീതമായ ആത്മീക ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അബുദാബിയിൽ വെച്ചാണ് ഈ ദേവദാസനെ ഞാൻ പരിചയപ്പെടുന്നത്. ഞാനവിടെ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ അന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ കൂട്ടായ്മ നടക്കുന്ന സമയം അദ്ദേഹം ബസ് സ്റ്റാൻഡിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ എന്നെ കൊണ്ടുപോയി പ്രിയ മാമയും മകളുടെ ആ ഭവനത്തിന് സമയമുണ്ടായിരുന്നു. ആ ഭവനത്തിൽ ചെന്നപ്പോൾ തന്നെ അവർ ദൈവത്തോടുള്ള സ്നേഹവും ദൈവമക്കളോടുള്ള സ്നേഹവും ആദരവും ആ സമയത്ത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അന്ന് മുതൽ ഈ പ്രിയ ധനാചാര്യമായി പ്രിയ കുടുംബവുമായി ഒരു വലിയ ആത്മീയ സുഹൃത്ത് ബന്ധം കെട്ടിപ്പടുക്കുവാനായിട്ട് കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം നാട്ടിൽ വന്ന്
ഇവിടെ അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി ആ ബന്ധം പുതുക്കുവാനായിട്ട് ദൈവം ഇടയാക്കി തീർന്നു. അങ്ങനെ പല പ്രാവശ്യം ഈ ഭവനത്തിൽ വരികയും ഇവിടെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഈ ഭവനത്തിൽ വന്ന് ആത്മീക ശുശ്രൂഷയെ പറ്റി സംസാരിച്ചു. നാളെ ഒരു പ്രത്യേകമായ ശുശ്രൂഷ നടത്തുന്നു, അതിൽ വരാം എന്ന് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ അതിനു മുമ്പേ ദൈവം മറ്റൊരു ശുശ്രൂഷയിലേക്ക് അദ്ദേഹത്തെ വിളിക്കുകയായിരുന്നു. തന്നതായ ധന്യകരമായ ജീവിതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ദേവമാമ വളരെ അനുഗ്രഹീതമായ ദൈവദാസൻ. ഞാൻ പലപ്പോഴും ഓർക്കുന്നത് ഇങ്ങനെ കോമ്പറ്റീഷൻ ഓർക്കുന്നത് വളരെ ശാന്തമായി കാര്യങ്ങൾ അന്വേഷിക്കുകയും സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദാസിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവികമായ പ്രത്യാശ കൊണ്ട് ഇനിയും ദൈവം നിറയ്ക്കട്ടെ. നിത്യത തുറമുഖത്ത് ഒന്നിച്ച് കാണാം എന്നുള്ള പ്രത്യാശയാണ് ഒരു മനുഷ്യന് അവരുടെ ജീവിതത്തിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ ധൈര്യം. ആ ധൈര്യകാരൻ്റെ മകളെയും കുഞ്ഞിനെയും ദൈവം കുറച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മിഷൻസ് ഇന്ത്യ എന്ന മിഷണറി പ്രസ്ഥാനത്തിൻ്റെ ചെറിയ 500 മിഷണർമാർ എല്ലാവരുടെയും പേരിലുള്ള ഞങ്ങളുടെ ദുഃഖം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ അനുഗ്രഹീതമായി ശുശ്രൂഷിക്കുന്ന പ്രൈസ് വോയിസ് എന്ന മിനിസ്ട്രി ഉണ്ട്. അദ്ദേഹം ആ ശുശ്രൂഷയെ പറ്റി അന്വേഷിക്കുകയും എങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുവെന്ന് അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ പേരുള്ളതായ ദുഃഖം അറിയിക്കുന്നു. അതിലുപരി ദൈവിക പ്രത്യാശ ദൈവം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കുന്നു. സംഗീതമില്ല നാട്ടിൽ, കണ്ണുനീരില്ല വീട്ടിൽ, കഷ്ടതയില്ല നാട്ടിൽ, കണ്ണുനീരില്ല വീട്ടിൽ, ഈ ലോകഭാരങ്ങളെ എല്ലാം മറന്നുമേവാ, ഈ ലോകഭാരങ്ങളെ എല്ലാം മറന്നുമേവാ, നിത്യാനന്ദം വാഴുമാ തേജസ്സിൽ വാസം ചെയ്യുവാ, സങ്കേത പട്ടണമാ പുത്തൻ യെരൂശലേമിൽ, എൻ പ്രിയൻ സന്നിധിയിൽ എന്നോ ഞാൻ ചെന്നു ചേരും, എപ്പോൾ ഞാൻ ചെന്നു ചേരും. ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഈ നല്ല ദിവസത്തിന്റെ മധ്യാഹ്നത്തിനുള്ള തുറകളൊക്കെയായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ തന്നെ വാഴ്ത്തുന്നു. ഞങ്ങൾക്ക് ഒരു സങ്കേത പട്ടണം ഉണ്ട്. പഴയ നിയമത്തിൽ ഒരു മനുഷ്യൻ അബദ്ധവശാൽ പാപം ചെയ്തു പോയാൽ അവർ ഓർമ്മിച്ചെന്ന് അഭയം പ്രാപിക്കാൻ ഒരു സങ്കേത പട്ടണം പണിതിരുന്നു. പുരോഹിതൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു സുയോഗിക്ക് ന്യായത്തൊരുക്കാതെ അവരോടൊന്നും ചെയ്യുവാൻ കഴിയുകയില്ലായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഞങ്ങളുടെ പുരോഹിതൻ എന്നേക്കും ജീവിച്ചിരിക്കുന്ന കർത്താവ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള സങ്കേത പട്ടണം പുത്തൻ യെരൂശലേമില്ല. ആ വലിയ സ്വർഗ്ഗീയ പ്രത്യാശ നിന്റെ കുഞ്ഞുങ്ങളെ നീ നിറച്ചതിനായ സ്തോത്രം. ദാസന്റെ ധനികരമായ ജീവിതത്തിനായി നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ പാടിയതുപോലെ കഷ്ടതയില്ലാത്ത നാട്ടിൽ, കണ്ണുനീരില്ലാത്ത വീട്ടിൽ നിത്യ ആനന്ദം വാഴുന്ന തേജസ്സിൽ വാസം ചെയ്ത് നാമത്തെ മുഖപ്പെടുത്തുവാൻ ദാസനെ ചെയ്യുന്നതിനായ സ്തോത്രം. ഈ വലിയ പ്രത്യാശയെ കൊടുക്കുക നമ്മൾ ഓരോരുത്തരും പോകുന്നതിനായ സ്തോത്രം ചെയ്യുന്നു. ആരെങ്കിലും ഈ പ്രത്യാശയില്ലാത്തവരായുണ്ടെങ്കിൽ ആ ഒരു പ്രത്യാശയിലേക്ക് ഇപ്പോൾ കടന്നു വരാൻ ദൈവം സഹായിക്കണമേ. ഇതൊരു ശുശ്രൂഷയുടെ അവതരിച്ചിരുന്ന ദൈവകൃപയ്ക്കായ സ്തോത്രം. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിന്റെ സാന്നിധ്യം അറിയിക്കണം. ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി ഓരോരുത്തരെയും നീ ഉപയോഗിക്കണം. മഹത്വം കുഞ്ഞാലെടുക്കണമേ, വരുവനാലെടുക്കണമേ. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ.
ഇന്ന് ഈ യുദ്ധങ്ങളുടെ സമയത്ത് അനേക കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അതിനുള്ള ഒരു കഴിവില്ലാത്തതിനാൽ ആത്മാർത്ഥമായിട്ടുള്ള കൂട്ടായ്മയും കൈത്താങ്ങലും തന്ന് ഏറിയ വർഷങ്ങൾ ഇന്നലെയോ ഇന്നോ അല്ലെങ്കിൽ റിസൈൻ ചെയ്ത് വന്ന സമയം മുതലോ അല്ല, എൻ്റെ മകൻ്റെ ആത്മീയ ജീവിതത്തിൽ ഉടനീളം ഞങ്ങളോട് ചേർന്ന് കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട് അനേകരെ കർത്താവിലേക്ക് ആനയിക്കത്തക്കവണ്ണം തൻ്റെ മകൻ്റെ ജീവിതം എപ്പോഴും സജ്ജമായിട്ട് ഉള്ളതായിരുന്നു. വീട്ടിൽ കൂട്ടായ്മ തുടങ്ങിയ നാൾ മുതൽ അവധിയിലിരിക്കുന്ന സമയത്തെല്ലാം ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കും, അമ്മയെ കൂട്ടായ്മ എങ്ങനെ നടക്കുന്നു. ഞാൻ ദിവസം ഒരു 5 പ്രാവശ്യമെങ്കിലും ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, 22 വർഷമായിട്ട് നിലനിൽക്കുന്ന ഈ കൂട്ടായ്മയുടെ അടിസ്ഥാനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അത് കൂടുവാൻ തവണ സഹായിച്ചത്. ആരെങ്കിലും അബുദാബിയിൽ നിന്ന് ദൈവമക്കള് നാട്ടിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവരോട് പറയും, എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ കൂട്ടായ്മ ഞായറാഴ്ച ഉണ്ട്, നിങ്ങളൊന്ന് കടന്നു പോകണം, നിങ്ങൾ അവിടെ ചെന്നൊരു വചനം പറയണം. തിരുവനന്തപുരത്ത് വന്ന ആൾ വരെ വീട്ടിൽ വചനം പറയാനായിട്ട് ഞങ്ങളെ ആത്മീയമായിട്ട് ഒന്നുകൂടെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി വന്ന സമയങ്ങളെ ഞാൻ ഓർക്കുകയാണ്. സമയത്ത് ഉണ്ടായിരുന്നതായ ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെയും വളരെയധികം ഞങ്ങളെയൊക്കെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും ആത്മീയമായിട്ട് ഞങ്ങളെല്ലാം കുറെ കൂടെ ഉണരണം, ഉയരണം, സഭയെ ഒന്നാകെ അല്ലെങ്കിൽ ഇടവകയിലെ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോഴൊക്കെ വളരെയധികം തങ്കച്ചന് ഒരു വലിയ ആത്മഭാരം ഉണ്ടായിരുന്നു. കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ വരച്ചു കാട്ടി ആ കർത്താവാകുന്ന യേശുക്രിസ്തുവിനെ എത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളത്, എത്രമാത്രം കർത്താവിന് വേണ്ടി നിൽക്കണം എന്നുള്ളത്, എത്രമാത്രം നമ്മൾ ഓരോരുത്തരും കർത്താവിനോട് അടുക്കണം, അവന്റെ കൃപകൾ പ്രാപിക്കണം എന്നുള്ളത് തങ്കച്ചൻ വളരെയധികം ആഴമായിട്ട് എല്ലാ ആഴ്ചയിലും സംസാരിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഏതവസരത്തിലും എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിച്ചു പറയാനും പ്രാർത്ഥിക്കാനും ഞങ്ങൾക്കൊരാൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തങ്കച്ചന് ഏത് പ്രയാസം വരുമ്പോഴും മമ്മേ മനസ്സില ഇന്നപോലുള്ള പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ അത് പ്രാർത്ഥനയിൽ വെക്കണം, പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഒരു പ്രാർത്ഥന വലയത്തിൽ കഴിഞ്ഞ നാളിൽ നിൽക്കുവാൻ കൊണ്ടും കർത്താവ് ഞങ്ങൾക്കൊരു അവസരം തന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ആഴമായ വിശ്വാസത്തിന്റെ ഉടമയായി, വിശ്വാസത്തോടെ നീതിയോട് നിഷ്കളങ്കനായിട്ട് ജീവിക്കാതെ കർത്താവ് തന്റെ മകന് കൃപ ചെയ്തു. ഇന്ന് ഇവിടെ കിടക്കുമ്പോൾ തങ്കച്ചൻ കേൾക്കുന്നില്ലെങ്കിലും തന്റെ മകൻ ഞങ്ങളുടെ ജീവിതത്തിൽ കൂടെ ഞങ്ങൾ അനുഭവിച്ച ദൈവകൃപയെ ഒന്നും പറഞ്ഞില്ല എങ്കിൽ അത് വാസ്തവമായിട്ടും കർത്താവിന്റെ സന്നിധിയിൽ തന്നെ അത് നീതിയായിട്ട് എത്തുകയില്ല എന്ന് ഓർത്തുകൊണ്ട് ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയാതെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒടുവിലത്തെ കഴിഞ്ഞ സൺഡേയിലുള്ള ഇന്നലെ കഴിഞ്ഞ സൺഡേയിലുള്ള കൂട്ടായ്മയില് തങ്കച്ചൻ വചനം പറഞ്ഞു. അവിടെ കടന്നു വരുന്ന സകല മനുഷ്യരും മിക്കവാറും എല്ലാവരും അന്ന് അവിടെ ഉണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ അത്രയും പേര് വരാനായിട്ട് സാധിക്കിരുന്നാൽ അന്ന് നല്ലൊരു കൂട്ടായ്മ കൂടുവാനും ദൈവവചനം പറയുവാൻ നമ്മൾ സഹായിച്ചു. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 11-ാം വാക്യമായിരുന്നു അന്ന് ആധാരമായിട്ട് എടുത്തിരുന്നത്. അങ്ങനെ ദൈവവചന ശക്തിയോടെ പറയുവാനും ഞങ്ങളെ ആത്മീയമായിട്ട് ഒന്നുകൂടെ ദൈവകൃപയിലേക്ക് നടത്തുവാൻ സഹായിച്ചു. ഒടുവിൽ ഇങ്ങനെ ഒരു വാക്കുകൂടെ പറഞ്ഞു, എൻ്റെ ശരീരത്തിന്മേൽ എനിക്ക് യാതൊരു മരുന്നിന്റെ ആവശ്യമില്ല, ഈ ശരീരം എനിക്ക് കർത്താവ് തന്ന. അത് പലപ്പോഴും ഞങ്ങൾ എല്ലാവരും കേട്ടതാണ്, പലപ്പോഴും കേട്ടു. അന്ന് ആ ഒടുവിലത്തെ ആ ശബ്ദം വളരെയധികം സ്ഫുടമായിട്ട് തന്നെയാണ് പറഞ്ഞത്, എൻ്റെ ഈ ശരീരത്തിന്മേലെ എനിക്ക് യാതൊരു മരുന്നിന്റെ ആവശ്യമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ കൂടി തന്നെ ഒരു വലിയൊരു മിന്നൽ പോലെയാണ് എനിക്കത് തോന്നിയത്. എന്നാൽ അപ്പോഴും തൻ്റെ മകന് ശാരീരികമായിട്ടുള്ള ബലഹീനത ഉണ്ടായിരുന്നു എന്ന് പിന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ആ ഉറപ്പോടുകൂടെ ആ ധൈര്യത്തോടുകൂടെയാണ് എൻ്റെ മകൻ അവിടുന്ന് കടന്നു പോയിരുന്നത്. എന്നാൽ ആ രാത്രിയിൽ തന്നെ തൻ്റെ മകൻ അസ്വസ്ഥത ഉണ്ടായി. വേറെ ഏതൊരാളായിരുന്നെങ്കിലും ഹോസ്പിറ്റലിൽ പോവുകയും ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന് വിധേയപ്പെടുകയും ചെയ്യുമായിരുന്നു. സുഖമില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ കടന്നു വന്നു. പ്രാർത്ഥിച്ചാൽ മതി, ഇന്നും പോകുന്നില്ല. കുറച്ചു നേരം അങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്റെ മകൻ ബലപ്പെട്ടു, എഴുന്നേറ്റിരുന്നു. വന്നിട്ട്
കൊലോസ്യലേഖനം 2-ാം അധ്യായത്തിന്റെ 13-14-15 വാക്യങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് എൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറി, എൻ്റെ എല്ലാ വിഷമങ്ങളും മാറി, ഇപ്പൊ ഞാൻ സ്വതന്ത്രനായി കൊണ്ട് അമ്മാമയെ മോഹിച്ചാനും പോകും, എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ശക്തിപ്പെട്ടു പോയി. പിന്നെ വിളിച്ചപ്പോഴൊക്കെ എനിക്ക് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞതെങ്കിലും ശാരീരികമായിട്ടുള്ള ബലഹീനതകളുണ്ടായിരുന്നു. ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ മകന്റെ ആഗ്രഹം എന്തുമാത്രം ഉണ്ടായിരുന്നു, എത്രമാത്രം തന്റെ മകൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചോ. എവിടെയൊക്കെ തന്റെ മകൻ പ്രസംഗിച്ചപ്പോഴൊക്കെ പറഞ്ഞു എനിക്ക് മരുന്നിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. അങ്ങനെ മരുന്നിന്റെയും ഡോക്ടറിന്റെ ആവശ്യമില്ലാതെ തന്നെ തന്റെ മകൻ ജീവിച്ചു. സമയമായപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തക്കോണം ഇടയായെങ്കിലും 2 ഹോസ്പിറ്റലിൽ കടന്നുപോയി. ഒരു ഇഞ്ചക്ഷൻ പോലും എടുക്കാതെയോ യാതൊരു കാര്യങ്ങളും ആ ശരീരത്തിൽ ചെയ്യാതെയോ തന്റെ മകനെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വിളിച്ചു. ഞാൻ ഒന്ന് വിശ്വസിക്കുന്നുണ്ട്, മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ശാരീരികമായിട്ട് വളരെ ബലഹീനതയിൽ കൂടിയാണ് കടന്നു പോകുന്നത് പറഞ്ഞപ്പോൾ തന്റെ മകൻ വാസ്തവമായിട്ടും പ്രാർത്ഥിച്ചു കാണും, കർത്താവേ എന്റെ ഈ ശരീരത്തിലെ യാതൊരു മരുന്നിനും അവകാശമില്ലല്ലോ, നിന്റേതാണല്ലോ എന്റെ ശരീരം എന്ന് സൂക്ഷ്മമായിട്ടും പറഞ്ഞ് പ്രാർത്ഥിച്ചു കാണും. പോയ സമയത്ത് തന്നെ പോകുന്ന ഇടയ്ക്ക് തന്നെ ഒരു അറ്റാക്ക് ഉണ്ടാകുകയും അവിടെ ചെന്നപ്പോഴും അവർക്കൊന്നും ചെയ്യേണ്ടതായിട്ട് വന്നില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒന്ന് മാത്രം മനസ്സിലാക്കുന്നു, യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, നിവൃത്തിയായി എന്ന്. അങ്ങനെ ആ ഒരു വിശ്വാസത്തോടുകൂടെ നിവൃത്തിയായി എന്ന് പറയാനാണ് നമുക്ക് സാധിക്കുന്നത്. കാരണം അത് മാത്രമാണ് എൻ്റെ മകൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വളരെ വിശ്വസ്തയോടുകൂടെ ആത്മാർത്ഥമായി ഞങ്ങളെ സ്നേഹിച്ച് ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്ന എൻ്റെ മകന്റെ ജീവിതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ജോർമയും നിനെയും വെച്ചാനും ഒക്കെ ഈ സമയം ഓർക്കുകയാണ്, പാരപ്പെടുന്ന എല്ലാവരും ഓർക്കുകയാണ്. ജോർമയ്ക്ക് കഴിഞ്ഞ നാളിലൊക്കെ തിരിഞ്ഞു നോക്കിയാൽ തന്റെ മകന് ഒരു ചെറിയ കുഞ്ഞിനെ പോലെ യാതൊന്നിനും വേറെ ഒരു ജോർമ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ഓരോ നിമിഷവും വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കുകയും അങ്ങനെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ദൈവം ആവശ്യമാകുന്ന ബലവും സമാധാനവും നിന്റെ കുഞ്ഞുങ്ങൾക്ക് നൽകി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടായ്മയുള്ള ബന്ധത്തില് ഞങ്ങളുടെ എല്ലാ വിശ്വാസികളുടെയും സഹവിശ്വാസികളുടെയും പേരിലും ഞങ്ങൾക്കുള്ള അനുശോചന അർപ്പിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ഭവനത്തിന്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും നാമത്തിലുള്ള അനുശോചന ഞാനിവിടെ അർപ്പിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ എൻ്റെ മകനെ നമുക്ക് കാണാം എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശ. അതുകൊണ്ട് ആ പ്രത്യാശയിൽ നമുക്ക് എല്ലാവർക്കും തീരണം. അതായിരുന്നു എൻ്റെ മകന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാരമുള്ളത്. ഓരോ ആത്മാക്കളെ കുറിച്ചും ഓരോരുത്തരെ കുറിച്ചും ഒത്തിരി പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് ചിലപ്പോഴൊക്കെ പറയും, അമ്മ ആർക്കും ഒരു ചേഞ്ച് ഇല്ലല്ലോ, എല്ലാവരും കുറച്ചുകൂടെ ഉണരണം എന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് കർത്താവ് നമുക്ക് ധനമാനി കൂടി കാണിച്ചെന്ന ആ മാതൃകയെ പിൻപറ്റുവാൻ നമ്മളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്ന കർത്താവിന്റെ വചനം പറയുന്ന പ്രകാരം തന്നെ വിശ്വാസത്തോടെ ജീവിച്ച് ഞാൻ നല്ലപോലെ ഒരു ഓട്ടം ചോദിച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു പറഞ്ഞ് തന്റെ മകൻ ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുന്നു നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അത് ദുഃഖത്തിലിരിക്കുന്ന എല്ലാവരെയും കർത്താവ് നമ്മളെല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഒരു നാളിൽ നമുക്കും ചെന്ന് കാണാം എന്നുള്ള ആ ഒരു സ്വർഗീയ സമാധാനം നമുക്കുള്ളത് കൊണ്ട് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നുള്ള ആ സമാധാനം എല്ലാവർക്കും കുഞ്ഞിനും വേച്ചാനും കുടുംബത്തിനും കർത്താവെ കൊടുക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വിശുദ്ധനും നീതിമാനും നിത്യമാകുന്ന ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ രാജാവേ, ഈ വിലയേറിയ അവസരത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പിതാവിന്റെ ജീവിതത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മകനെ കൂടി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ ആത്മീയ അനുഗ്രഹങ്ങൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് അനേകം മാതൃക കാണിച്ചതിട്ടാണ് നിന്റെ ദാസൻ കടന്നു പോയിരിക്കുന്നത്. ആ മാതൃകയെ പിൻപറ്റുവാൻ തന്നെയാണ് കർത്താവെ അടിയങ്ങളെ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ ജീവിതത്തിൽ വന്നുള്ള എല്ലാ വീഴ്ചകളെയും കർത്താവെ ക്ഷമിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളെ കുറിച്ചുള്ള വലിയ ആഗ്രഹിച്ചത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കർത്താവെ ഞങ്ങളൊന്നറിയുന്നു, ഞങ്ങൾ കൂടുതൽ കർത്താവിനോട് അടുത്ത് ജീവിക്കാൻ തക്കണം. കർത്താവിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമെന്ന് എപ്പോഴും പറഞ്ഞ് ആ കാര്യങ്ങൾ ഓർക്കുവാൻ തക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ കൂടെ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കാൻ ശക്തിയേറ്റണമേ. കർത്താവെ, മോളെ ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. ആവശ്യമാണ് ദൈവത്തിലുള്ള നിങ്ങൾക്ക് കൊടുക്കണം. ഒരുപാട് ദുഃഖമാണ് കർത്താവെ, പെട്ടെന്നുള്ള വേർപാടുകളൊക്കെ സഹിക്കുവാന് നിന്റെ പരിശുദ്ധാത്മാവിൽ കൂടെ നിന്റെ കുഞ്ഞുങ്ങളെ ബന്ധപ്പെടുത്തണം. മാമ്യങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ വേദനകൾ ഒത്തിരി വലുതാണ് കർത്താവെ. ഒരുപോലെ ഒരു കുടുംബമായിട്ട് ജീവിച്ച നിന്റെ മക്കള് ഇന്ന് വേദനയിലായിരിക്കുമ്പോൾ ആശ്വസിപ്പിക്കുക
ജീവിക്കാൻ നോക്കണം. അവിടുത്തെ പരിശുദ്ധാത്മാക്കളോട് നിന്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴുള്ളവരുടെ കർത്താവെ എല്ലാ ശുശ്രൂഷകളെ അവിടുന്ന് മാനിക്കണമേ. നേതൃത്വം കൊടുക്കുന്ന എന്റെ കർത്താവെ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് ഞങ്ങളുടെ അച്ഛനോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തോട് ധാരാളം കൊടുത്ത് അനുഗ്രഹിച്ചു കൊടുക്കുവാണ് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ വേദനിക്കുന്നവർക്ക് ആശ്വാസപ്പെടുത്തുന്ന കർത്താവ് നീ മാത്രമാണ് കർത്താവ്. നിന്നെ മാത്രമേ ഞങ്ങൾക്ക് ചാരുവാനുള്ളൂ. വേറെ എവിടത്തിൽ ഞങ്ങൾക്ക് ചാരുവാനില്ല കർത്താവ്. എവിടെ നോക്കിയാലും ഞങ്ങൾക്ക് സമാധാനം ലഭിക്കില്ല. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നത് പറഞ്ഞു കർത്താവ്. ഞാൻ ഇനി അനാഥയായിട്ട് പറഞ്ഞിട്ടുള്ള ആ വചനത്തിൽ വിശ്വസിക്കുവാൻ നോക്കണം. അവിടുന്ന് എല്ലാവരും ഒരിക്കലും പ്രാർത്ഥിക്കും കർത്താവെ. മാനവും മോത്തോപ്പിച്ച് തന്നെ എടുത്താണ് അടിയുടെ കുറവൊന്നും കടക്കില്ലെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും നന്മോടാൽ നിറയ്ക്കണം. ഇതോടെ ഞങ്ങൾക്ക് കാലാവസ്ഥ അനുകൂലമാക്കി തന്നതിനായി ഇവിടെ കർത്താവെ നിന്റെ വലിയ സാന്നിധ്യം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കൂടെ എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമായി തീരുവാക്കണം. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് ഞങ്ങളെ നടത്തണം. പരിശുദ്ധാത്മാവിന്റെ വലിയ വ്യാപാരങ്ങളുണ്ടാണ് കർത്താവെ. എല്ലാം കർത്താവെ പ്രത്യാശയുടെ ആയിരിക്കാൻ നോക്കണം. പ്രത്യാശയില്ലാത്തവരെ പോലെ അല്ല, ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഒരു ദിവസം ചെന്ന് കാണുമെന്ന് ആ പ്രത്യാശയിൽ നിൽക്കാൻ നോക്കണം. കർത്താവെ ഞങ്ങളെ ഒരുക്കണം. ഗുണഗുണമാകില്ല. ഞങ്ങൾ ഒരു പടി കർത്താവിനോട് കൂടെ എടുക്കുവാൻ നോക്കണം. നിന്റെ മാതൃക നിരുമായി കാണിച്ചെന്ന മാതൃകയെ പിൻപറ്റുവാൻ നോക്കണം. അത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ നോക്കണം. കർത്താവെ സഹായിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തുവരുന്ന എല്ലാവരെയും കർത്താവിനൊക്കെ സമയത്ത് കൂടി വരുത്തണം. ഞങ്ങളുടെ ശുശ്രൂഷകളായിട്ട് അനുഗ്രഹമാക്കണം. മാനവമോത്തൊപ്പിച്ച് തന്നെ എടുക്കണം. കർത്താവ് യേശുക്രിസ്തുവിന്റെ ഒരു നാമത്തിൽ അപേക്ഷിക്കുന്നവരോട് കേൾക്കുമാറാകണമേ. ആനന്ദമുണ്ടെനിക്കേശു മഹാരാജ സന്നിധിയിൽ. ആനന്ദമുണ്ടെനിക്കേശു മഹാരാജ സന്നിധിയിൽ. ലോകം എനിക്കൊരു ശാശ്വതമല്ലെന്ന് സ്നേഹം നിറഞ്ഞേശു ചൊല്ലിയിട്ടുണ്ട്. സ്വലോക നാട്ടുകാക്ഷേതിയിൽ പല കഷ്ടസങ്കടങ്ങൾ വന്നിടുന്നു. വിശ്വാസൂരം ചേരുവാൻ ചുക്കാൻ പിടിക്കണേ പൊന്നുനാഥ. കൂടാരവാസികളാകും നമുക്കിങ്ങു വീടെന്നോ നാടെന്നോ ചൊൽവാനെന്തു. കൈകളാൽ തീർക്കാത്ത വീടൊന്നു താരൻ താൻ മീതേ നമുക്കായി വെച്ചിട്ടുണ്ട്. പ്രയാസങ്ങളേറും വനദേശത്താകുലാത്മാവിൽ വന്നിടുകിൽ പാരം കരുണയുള്ളീശൻ നമുക്കായിട്ടേറ്റം കൃപ നൽകി പാലിച്ചിടും. എന്നാലും നിൻമുഖശോഭയതിൻ മൂലം സന്തോഷകാന്തി പൂണ്ടാനന്ദിക്കും. യേശുവേ വാഴ്ത്തിടുമേ.
നിലവിലും അധികാരമുള്ള ഞങ്ങളുടെ വിശ്വസിക്കാതെ അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാനും ആശ്വാസവും സമാധാനവും പ്രത്യാശയുള്ളതായിരിക്കാൻ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള വലിയ വാഗ്ദത്തത്തിനാണ് സ്തോത്രം. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. മരണമെന്നുള്ള യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കേണ്ടതായിട്ടില്ല. എന്നാൽ ക്രിസ്ത്യ ജീവിതത്തിൽ മരണത്തിനപ്പുറമായിട്ടുള്ള ജീവിതം അവിടുന്ന് ഞങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ പ്രത്യാശയുണ്ട്. ധന്യമായ ജീവിതത്തെ ഓർത്തുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. ഇതിൻ്റെ മകളിലൂടെ ഞങ്ങൾക്കൊക്കെ ലഭിച്ചിട്ടുള്ള സ്നേഹത്തിന് കരുതലിനായിട്ട് പുസ്തകം കർത്താവ് അവിടുന്ന് നിലവാരം വിളിച്ചവാതിരിച്ചിരിക്കുന്നതിനുമായിട്ട് വിശ്വസിക്കുന്നു. ഒരുപാട് വളരെ ദുഃഖകരമായ അനുഭവമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നു. എന്നെ വിശ്വസിക്കുന്ന എൻ്റെ പിതാവിനെ ഇല്ലെങ്കിൽ ഞാൻ നമ്മളോട് പറയുമായിരുന്നു. ജീവിതത്തെ ജീവിക്കുന്നതാണ്. അതുകൊണ്ട് മരണത്തിന് അപ്പുറമായിട്ടുള്ളൊരു ജീവിതം അവർ ഞങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു എന്നുള്ള പ്രത്യാശ പരസ്പരം ആശ്വസിക്കപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരുപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദാസിൻ്റെ കാലം കടന്നുമായ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ താഴെയുണ്ടാകുന്ന ദുഃഖവും നിരാശയും ഒക്കെ കാണുന്നുണ്ട്. എൻ്റെ മകളെ നീ ശക്തീകരിക്കണമെന്ന് ബലമുള്ള ഫലം കൊണ്ട് താങ്ങി വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നല്ല പിതാവായി കൂടിയിരുന്ന് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കർത്താവേ, ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ ഇതെന്തുകൊണ്ട് എന്ന് പലപ്പോഴും ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. നല്ല പ്രവായിട്ട് ജലനാമം മഹത്വപ്പെടുവാനുണ്ട്. ഒരുപാട് നാമം മഹത്വപ്പെടുമാറാകട്ടെ. യോഗ്യനോട് പറയുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കർത്താവേ, നടക്കുന്ന എല്ലാ ശുശ്രൂഷയും അവരുടെ സാന്നിധ്യത്തിൽ ശക്തി എല്ലാം ഉണ്ടായിരുന്നു ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വമായ നന്മയാലും അവിടുന്ന് നമസ്കാരം നടത്തുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. Hallelujah.
ഈ ലോകത്ത് നിന്ന് വേർപെട്ടാലും ദൈവസന്നിധിയിൽ ഒരു പ്രവേശനമാണ് എന്നുള്ള പ്രത്യാശയാണ് ക്രിസ്തുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബമായിട്ട് ലഭിക്കപ്പെട്ട ആത്മീക സൗഹൃദ ബന്ധം ഞാനെപ്പോൾ കണ്ടാലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയാനുള്ള കാര്യമാണ്. നിത്യവരെ ഞാൻ വിദേശത്തിൽ നിന്നുകൊണ്ടാണ് ആദ്യമായി കുടുംബമായിട്ടുള്ള ബന്ധം എനിക്ക് ലഭിച്ചത്. അന്ന് മുതൽ ഞാൻ വിദേശത്തിൽ സ്നേഹിക്കുകയും അപ്പോൾ തന്നെ ഒരു അഞ്ചിനെ പോലെ കാണുകയും തീരുമാനിക്കുകയും ഒരു ദേവദാസ നിലയിലുള്ള ബഹുമാനം എനിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ വർദ്ധിപ്പിച്ച് നീതിമാന് ലഭിക്കപ്പെടുന്ന ആ നല്ല ഒരു മരണം അദ്ദേഹത്തെ ലഭിച്ചു എന്നുള്ളത് ദൈവസന്നിധി സന്തോഷമാണെങ്കിൽ മാനുഷികമായിട്ട് താങ്ങാൻ കഴിയുന്ന ലഭ്യമായിട്ടുള്ള വേദനകൾ കൊണ്ട് വിവാഹം കൊണ്ട് അത് പ്രകടിപ്പിക്കാൻ കഴിയാത്ത നിമിഷമായിട്ട് ഇവിടെ അടുത്തുള്ള അവിടെ എല്ലാം ഒന്ന് സന്തോഷിക്കുന്നു. എപ്പോഴും സ്നേഹത്തോടെ പാസ്റ്റർ എന്ന് വിളിക്കുന്നതിനോടുകൂടിയായി മുരളി എന്ന് പറഞ്ഞ പേര് പറഞ്ഞിട്ടാണ് എനിക്ക് വന്നാലും ഞാൻ എല്ലാവർക്കും നീ എന്നോടുകൂടി എനിക്ക് ഈ ക്രൈസ്തവ വിശ്വാസത്തിൽ വന്നിട്ടാണ് ഈ മരണാനന്തര പ്രത്യാശ ഉണ്ടായത്. കേരള സ്വന്തം ഒരിക്കലും വന്നോ പിന്നെ ഞാൻ ഈ മനുഷ്യനെ കുറിച്ച് നല്ല വിശ്വാസമാണ്. ഒരു നിഴൽ പോലെയാണ്. ഇതുപോലെ പരിചാരപ്പോൾ തന്നെ പ്രത്യാശകളുള്ള ഒരു നല്ല ഒരു അവസാനം ലഭിക്കുകയാണ്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്ര വിശ്വസ്തയോടെ നിൽക്കണം എന്നുള്ളത് നമ്മളെ ഓർമ്മപ്പെടുക. ഒരു പൂന്തോട്ടത്തിൽ ആ പൂന്തോട്ടം സൂക്ഷിക്കുന്ന വ്യക്തി ആ പൂന്തോട്ടത്തിലെ ഏറ്റവും മനോഹരമായ പുഷ്പം താൻ അകത്ത് ആ ചെടിയോട് കൂടുതൽ അനുമാനം ചൂണ്ടിക്കാതെ ആ പുഷ്പത്തെ എടുത്ത് തൻ്റെ ഭവനത്തിലെ സ്വീകരണ മുറിയിൽ വെച്ച് ആ സന്തോഷം കാണുന്നത് പോലെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ പ്രത്യാശയോടെ നമുക്കായിരിക്കാം. മത്സരത്തോടും വ്യാധിയോടും പരിപാടികളും നിശ്ചയമായി നിത്യതയിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ദൈവദർശനെ നമുക്ക് കണ്ട് ഒരുമിച്ച് വലിയ സന്തോഷം നമുക്ക് കാണാൻ കഴിയും. സുവിശേഷം 15-25 വാക്യത്തിൽ ഭാഗത്തോട് കർത്താവ് തന്നെ ഉയർത്തെഴുന്നേറ്റ യേശുമിശിഹായോട് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവിതവുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടുള്ളത് കൊണ്ട് നമ്മൾ ചേർന്ന് കർത്താവ് സ്തോത്രം ചെയ്ത് കർത്താവ് നാമത്തെ ആ ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴും. നിശ്ചയമായും പരിശുദ്ധനായ ദൈവത്തിന്റെ വരവ് സമീപമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധന്മാർ തന്നെ ഒരുക്കി വിശുദ്ധിയോട് ഞങ്ങളെ സൂക്ഷിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ സന്നദ്ധ നിശ്ചയമായും നമുക്ക് കാണാൻ കഴിയും എന്നുള്ള പ്രത്യാശ ആണ് ഇന്ന് പകൽക്കാലം നമുക്ക് ഒരു അനുഗ്രഹമായിരിക്കുന്നത്. നിശ്ചയമായി മനസ്സിലാക്കിയും മകൾക്കും ദൈവത്തിന്റെ സന്നദ്ധിയിൽ കർത്താവിന്റെ ദാസൻ കാഴ്ചവെച്ച് സമ്മാനിച്ച് കടന്നുപോയ ആത്മീകമായ നല്ല അനുഭവങ്ങൾ, ആത്മീകമായ നല്ല പ്രോത്സാഹനങ്ങൾ ഏത് സമയം ലഭിച്ചാലും സമയം ലഭിക്കുമ്പോഴെല്ലാം ഇരുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ സമയം വേർതിരിക്കുന്ന ഒരു നല്ല മാതൃകയുള്ള ഒരു ജീവിതം കാഴ്ചവെച്ച കർത്താവ് നമ്മുടെ നടത്തിയവരെ ഓർത്ത് അവരുടെ വിശ്വാസം അനുഭവിക്കേണ്ടത് ആവശ്യം. നല്ല രീതിയിലുള്ള വിദേശത്തായിരുന്നെങ്കിലും ലഭിക്കുന്ന സമയങ്ങളിലെല്ലാം നമ്മളുടെ ഉള്ളപ്പോൾ വിളിച്ച് നമ്മൾ ഒരുമിച്ചിരുന്ന ദീർഘനേരം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, അനേകം വേണ്ടി പ്രാർത്ഥിക്കുക. ആരെങ്കിലും നാട്ടിൽ രോഗിയായി കിടക്കുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് എന്നെയും അവരേക്ക് പറഞ്ഞയച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അനേക ദിവസങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച ഒരു ദേവദാസനാണ്.
അതുകൊണ്ട് തന്നെ നീതിമാന്മാർക്ക് ലഭിക്കപ്പെടുന്ന എല്ലാവിധമായ പദവിയും ലഭിക്കുമെന്നുള്ള പ്രത്യാശ എനിക്ക് ലഭിക്കുന്ന ആത്മീയ സൗഹൃദത്തിന് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. നിശ്ചയമായിട്ടും ഇതൊക്കെ നമുക്ക് പ്രകാശങ്ങളിൽ ക്രിസ്തുവിനെ എതിരേൽക്കുമ്പോൾ കാണാമെന്നുള്ള വലിയ പ്രത്യാശ കൊണ്ടുണ്ട്. ആ പ്രത്യാശ ക്രൈസ്തവരായ എല്ലാ ദൈവങ്ങളും ഉണ്ടാകട്ടെ സമയം പ്രാർത്ഥിക്കുന്നു. ഈ തികച്ചാൻ കാഴ്ചവെച്ച വിശുദ്ധ വേദപുസ്തകത്തിലെ ഓരോ വാക്കുകളും വളരെ 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 ഗൗരവത്തോടെ കണ്ട് അതിന്റെ വ്യാഖ്യാനങ്ങൾ എവിടെയൊക്കെ ലഭിക്കാൻ കഴിയുമോ പലപ്പോഴും എന്നെ പല സ്ഥലങ്ങളിൽ സ്കൂളുകളിൽ പറഞ്ഞു വിട്ട് ഓരോ വാർത്തകൾ വാങ്ങിക്കുമ്പോഴും എനിക്കും ഒരു കമന്റ് വാങ്ങിച്ചതുകൊണ്ട് എന്നെ ശുശ്രൂഷയിൽ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു അവസരം. കോളേജ് എംകോം വിജിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും എംകോം ഫസ്റ്റ് ഇയർ ക്ലാസിന്റെ പേരിലുമുള്ള അനുശോചനം ഇവിടെ രേഖപ്പെടുത്തുന്നു. ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളോടൊപ്പം ഞങ്ങളുടെ വേദന ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. തങ്കച്ചാനെ കുറിച്ച് പറയുമ്പോൾ വളരെ ചുരുക്കം ചില മാതാപിതാക്കൾ മാത്രമാണ് തങ്ങളുടെ കുട്ടികളെ കുറിച്ച് കാര്യങ്ങളൊക്കെ എന്നോട് ആസ് എ ക്ലാസ് ടീച്ചർ എന്നുള്ള രീതിയിൽ ചോദിക്കാറുള്ളത്. സെപ്റ്റംബർ മാസം തങ്ങളുടെ മകളെ അവിടെ ചേർത്ത സമയം മുതൽ അമ്മയും അതുപോലെ തന്നെ തങ്കച്ചാനെ കാര്യങ്ങളെല്ലാം വിളിച്ച് അന്വേഷിക്കുമായിരുന്നു. ഒരു മകള് നല്ലപോലെ പഠിച്ച് നല്ലൊരു പൊസിഷനിൽ നമ്മളെ കാണണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നൊരു കുടുംബമാണ്. ഒരു പിതാവിൻ്റെ വാത്സല്യം ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരുന്ന ഒരു മകളാണ് ക്രിസ്റ്റീന എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച തങ്കച്ചാന ചെറിയ വിഷമങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഞായറാഴ്ച തന്നെ മോൾ അവിടെ നിന്ന് പോന്നു. ഒരു പിതാവിനോടൊപ്പം ഒരു ഫുൾ ഡേ നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചു. അപ്പൊ എന്നോട് വിളിച്ച് പറയുന്നുണ്ടായി ഫാദറിന് ചെറിയൊരു മലയാളിയൊക്കെയാണ് എങ്കിലും എല്ലാം കുറഞ്ഞോളൂ. വെള്ളിയാഴ്ച അമ്മ എന്നെ വിളിച്ചു. വ്യാഴാഴ്ച കാരിത്താസ് ഹോസ്പിറ്റലിന്റെ ICUയിലേക്ക് ഒരു സമയത്ത് എന്നെ വിളിച്ചു. അപ്പൊ ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. അതിനുശേഷം ദൈവഹിതം എന്ന് പറയട്ടെ തങ്കച്ചാൻ മരിച്ചതായിട്ട് എന്നോട് പറയുകയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ ഹർത്താലായിരുന്നു. ഞങ്ങളെ കൊണ്ടാകാവുന്ന രീതിയിൽ പെട്ടെന്നൊരു വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് ഇവിടേക്ക് വരികയും അന്ന് തന്നെ ദുഃഖാർത്ഥരായ കുടുംബങ്ങളോടൊപ്പം ഞങ്ങൾക്ക് ദുഃഖത്തിൽ പങ്കുചേരുവാനും സാധിച്ചു. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏറ്റവും അധികം വേദന അനുഭവിക്കുന്ന ഒരു സമയമാണ്. ഉച്ച കഴിഞ്ഞ് ഞങ്ങളുടെ HOD ഫാദർ ജെയിംസ് കോഴിമല കുട്ടിക്കാലത്തുനിന്ന് ഇവിടേക്ക് എത്തുന്നതായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഒരിക്കൽ കൂടിയുള്ള എല്ലാവിധ അനുശോചനങ്ങളും രേഖപ്പെടുത്തുന്നു. ഞാനവിടെ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ല കോടിമല സൊസൈറ്റിയുടെ രക്ഷാധികാരി നിർവഹിക്കാണ്. ഇത് ഞങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. ഞാനും കയ്യിലുമൊക്കെ കയ്യിൽ പുളിക്കാല സ്കൂളിലും കോളേജ് സെന്റ് സ്കൂളിൽ ഞാനും ഒക്കെ കളിക്കുന്ന കാലഘട്ടം. അതിനുശേഷം കളിയിൽ വളരെ നല്ല പ്രാവീണ്യം നേടിയ ആളെന്നുള്ള എനിക്ക് അവിടെ ഞാൻ പരിശീലനം നേടുന്ന ഒരു കാലഘട്ടം കോളേജ് വണ്ടിപ്പേട്ടയിൽ ദീർഘമായ കാലഘട്ടം അവിടെ കളിച്ചിരുന്നു. വളരെ നല്ല രീതിയിലുള്ള കളിയാണ് കളിയിൽ ആ കാലഘട്ടം നടത്തിയത്. ഏതാണ്ട് സംസ്ഥാന ലെവലിൽ കളിക്കാൻ ഉത്സാഹിച്ച് കളിച്ചിരുന്നെങ്കിൽ കലാമാരൊരു കളിക്കാരെന്ന നിലയ്ക്ക് നല്ല റേഞ്ചിൽ കളിച്ചിരുന്നു കളിയിൽ. നീ ഓർക്കുന്നു
അദ്ദേഹം കളിക്കാരെന്ന നിലയ്ക്ക് കോർട്ടിൽ പെരുമാറിയിരുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. വളരെ സൗമ്യനായിരുന്നു, വളരെ ശാന്തനായിരുന്നു. ആരോടും ക്ഷോഭിക്കുന്ന സ്വഭാവം ഒട്ടും അന്നുമില്ല. വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റം ജനങ്ങളോട് കാണിച്ചിട്ടുണ്ട് അനിയൻ. ഇപ്പോൾ ഈ വളരെ ദൃഢമായ വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ കുഞ്ഞിക്കാണ്ട് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ വെച്ച് അതിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം അവരുടെ പീഠത്തിൽ സഹോദരൻ്റെ പീഠത്തിൽ നിൽക്കുന്നതായിട്ട് കണ്ടു. വർഷത്തിന് ശേഷമാണ് കണ്ടത് അറിയിച്ചത് കാണുകയും സഹോദരൻ പുതുക്കുകയും ചെയ്തു. ഇന്നലെ പേപ്പറിൽ കൂടെ ഇങ്ങനെ വാർത്ത കേൾക്കാൻ ഇടയായി. അപ്പോൾ തന്നെ ഞാൻ ഇവിടെ ഫോണിൽ വിളിച്ചു ബന്ധപ്പെട്ടപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും വലിയ സംബന്ധിച്ചോളം സമൂഹത്തിൽ, കുടുംബത്തിനും നാടിനും വളരെയേറെ നല്ല പെരുമാറ്റവും മാതൃകപരമായ ജീവിത രീതിയും വച്ചിട്ടാണ് കടന്നു പോകുന്നതെന്ന് കാണിച്ചിരിക്കാം. അദ്ദേഹം ഈ പ്രായത്തിൽ കടന്നുപോയി വളരെയേറെ വിഷമവും ഈ കുടുംബത്തിനുണ്ട്. കുടുംബത്തിനുള്ള വിഷമത്തോടൊപ്പം ഞാനും പങ്കുചേരുന്നു. അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലാ വോളിബോൾ അസോസിയേഷന് വേണ്ടിയുടെ സ്വരം അറിയിക്കുകയും പത്തനംതിട്ട കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി അദ്ദേഹം 1980-89 കാലഘട്ടത്തിൽ കളിച്ചതായിട്ടാണ് എൻ്റെ ഓർമ്മ ഒരു പ്രാവശ്യം. അങ്ങനെ നല്ല രീതിയിൽ കളിക്കുന്ന കാലത്തിലാണ് ഉദ്യോഗാർത്ഥി വിദേശത്തേക്ക് പോയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും കരിയൻ്റെ നിര്യാണത്തിൽ ഞങ്ങൾക്കുള്ള അഗാധമായ ദുഃഖം അറിയിക്കുന്നതോടൊപ്പം ജില്ലാ അസോസിയേഷനുള്ള ആരാധനീയരായിട്ടുള്ള സമർപ്പിക്കുകയും